സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബൾക്ക് ചെയ്യാമെന്ന്. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് തരത്തിലെ ബൾക്ക് കൊണ്ടുവരണം. ലീൻ ബൾക്കിങ് ഒരെണ്ണം നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്ന വരുന്ന സാധാ ബൾക്കിങ്, ഇച്ചിരി ഫാറ്റൊക്കെ കയറണം. ലീൻ ബൾക്കിങ് ചെയ്യണമെങ്കിൽ കൈ കാശ് വേണം, പിന്നെ നിങ്ങൾക്ക് കാലറീസ് ട്രാക്ക് ചെയ്യാൻ സമയം വേണം, പിന്നെ ഒരു 10,000 സ്റ്റെപ്സ് വല്ലതും ഡെയിലി നടക്കും വേണം, അധികം ഫാറ്റ് കയറാതിരിക്കാൻ. ഇത് മൂന്നിനും ടൈം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ ബൾക്ക് ചെയ്യുക എന്ന്. ബൾക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് ഒരു കലോറിക് സർപ്ലസാണ്. കലോറിക് സർപ്ലസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന കാലറീസ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി ആയിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ അണ്ടർ ന്യൂട്രീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വരെ നിങ്ങൾ കലോറിക് സർപ്ലസ് കഴിക്കണം. നിങ്ങൾ മെയിനായിട്ട് കഴിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ കഴിക്കണം. സോ ഇതിന് നിങ്ങളൊരു ഫാസ്റ്റ് ഗെയിനർ ആണെങ്കിൽ ജസ്റ്റ് ഒരു പീനട്ട് ബട്ടറും ബ്രെഡും മതി. സാധാ കഴിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ബ്രെഡും ഇച്ചിരി പീനട്ട് ബട്ടറും തേച്ചിട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് കലോറിക് സർപ്ലസ് ആയി. അഥവാ നിങ്ങൾ ഹാർഡ് ഗെയിനർ ആണെങ്കിൽ നിങ്ങൾ ഒരു ബൾക്കിംഗ് ഷേക്ക് കുടിക്കുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടെ. ഞാനൊരു പേഴ്സണലി ഒരു ഹാർഡ് ഗെയിനറാണ്. എനിക്ക് പീനട്ട് ബട്ടറും ബ്രെഡും കഴിച്ചിട്ട് വലിയ രീതിക്ക് വെയിറ്റ് വ്യത്യാസമൊന്നും വന്നില്ല. സോ ബൾക്കിംഗ് ഷേക്ക് തന്നെ വേണ്ടി വന്നു. നിങ്ങൾക്ക് പിന്നെ മേജറായിട്ടുള്ള ചേഞ്ച് വേണമെങ്കിൽ ബൾക്കിംഗ് ഷേക്ക് കുടിക്കേണ്ടി വരും. ഹാർഡ് ഗെയിനേഴ്സിൻ്റെ കാര്യം പറയുന്നത്. ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രോട്ടീൻ എന്താണെങ്കിലും നല്ല രീതിക്ക് ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബോഡി വെയ്റ്റിൻ്റെ 2 ഇരട്ടി, അല്ല എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 0.8 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഹിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ മാക്സിമം പറ്റുന്ന എല്ലാ ദിവസവും ഹിറ്റ് ചെയ്യാൻ നോക്കുക. പിന്നുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ഹൈഡ്രേഷൻ ആണ്. നിങ്ങൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച് വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് സെറ്റ് ചെയ്ത് ഉള്ള വെള്ളം മൊത്തം പോയി ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കുക. നിങ്ങൾ പ്രോപ്പർ ഹൈഡ്രേഷൻ നോക്കണം. ഹൈഡ്രേഷൻ എത്ര വേണമെന്ന് ഞാനിവിടെ ഒരു ഇക്വേഷൻ ഇട്ടേക്കുക. ഇത് വെച്ച് നിങ്ങൾക്ക് കണക്കൂട്ടിയില്ല. ചാറ്റ് GPT അകത്ത് പോയി ചോദിച്ചാൽ മതി, ബോഡി വെയ്റ്റും ഹൈറ്റും ഇട്ടിട്ട് എത്ര ലിറ്റർ വെള്ളം വേണമെന്ന്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കാർഡിയോയും ആപ്സും. കാർഡിയോ മിക്കവരും സ്കിപ്പ് ചെയ്യും, ബൾക്ക് ചെയ്യുകയെന്നും പറഞ്ഞ്. കാർഡിയോ ചെയ്തെങ്കിൽ വെയിറ്റ് ലോസ് ആകുമെന്നും പറഞ്ഞ് ആരും അധികം കാർഡിയോ ശ്രദ്ധിക്കത്തില്ല ബൾക്ക് ചെയ്യാൻ നേരത്ത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മസിലായിട്ടുള്ള ഹാർട്ടിന് വേണ്ടി കാർഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കാർഡിയോ സ്കിപ്പ് ചെയ്യല്. വൺസ് എ വീക്കെങ്കിലും കാർഡിയോ ഹിറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ആപ്സ് ഒരു മസിൽ ഗ്രൂപ്പ് തന്നെയാണ്, അത് ട്രെയിൻ ചെയ്യേണ്ടി വരും. ബൾക്ക് ചെയ്യാൻ നേരത്ത് പുറത്ത് ഫാറ്റ് കയറുമെന്നും പറഞ്ഞ് ആപ്സ് ട്രെയിൻ ചെയ്യാതിരിക്കല്. ആപ്സ് ഒരു മസിൽ ഗ്രൂപ്പാണ്, അതും ട്രെയിൻ ചെയ്താൽ കുറച്ചുകൂടെ സ്വല്പം ഗ്രോ ആകും. ബാക്കിയുള്ള മസിലിനാണെങ്കിൽ അത്രയും ഗ്രോ ആകത്തില്ലെങ്കിലും ചെറുതായിട്ട് ഗ്രോ ആകും. പക്ഷേ അത് ഗെയിംസ് വെറുതെ വേസ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും ആപ്സ് ട്രെയിൻ ചെയ്യാതിരിക്കുക. സോ ആപ്സും ട്രെയിൻ ചെയ്യുക. ഇത്രയുള്ള ബൾക്ക് ചെയ്യുമ്പോൾ ഇത്രയും ശ്രദ്ധിക്കണം.